ഹലോ, നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഡെയിലി മീഡിയ പ്രസൻസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വ്ളോഗിൽ ഞങ്ങൾ ബീച്ചിലേക്ക് പോയിട്ടുള്ള നമ്മുടെ രസകരമായ കാഴ്ചകളാണ് ഷെയർ ചെയ്യുന്നത്. നമ്മുടെ തൊട്ടടുത്താണ് ഈ ബീച്ച് വരുന്നത്. അപ്പോൾ വെക്കേഷനാണ്, പിന്നെ മാത്രമല്ല നല്ല ചൂടാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പോകാൻ മടിയാണ്. പക്ഷെ മക്കൾക്കിത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ, ബീച്ചിലേക്ക് പോവുക, വെള്ളത്തിലിറങ്ങി കളിക്കുക എന്നുള്ള കാര്യമൊക്കെ. നമുക്ക് നടക്കാനുള്ള മടിയായതുകൊണ്ട് കുറച്ചൊന്ന് വലിക്കും. പക്ഷെ ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട് കേട്ടോ ഈ വെക്കേഷനിൽ. പക്ഷേ അപ്പോഴൊക്കെ നമ്മൾ വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ചെല്ലുന്നതെങ്കിലും ഈ ചൂടത്ത് നടന്ന് അവിടെ എത്തി വയ്യാതായി ആ വെള്ളത്തിലിറങ്ങി കിടക്കുമ്പോൾ നമ്മൾ ഈ വീഡിയോ എടുക്കണം എന്നുള്ള കാര്യമൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് മറന്നു പോവാണ് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും വീഡിയോ എടുത്തേ പറ്റൂ എന്നുള്ള ഇതിൽ എടുത്തതാണ്. പിന്നെ അത് മാത്രമല്ല നമ്മുടെ കൂടെ ഫ്രണ്ട്സൊക്കെ വരാറുണ്ട്. ഇപ്രാവശ്യം അവർക്ക് വരാൻ സാധിച്ചില്ല. നമ്മൾ മാത്രമാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് കേട്ടോ. ഇവിടെ പബ്ലിക് പ്ലേസിൽ വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞത് പ്രത്യേക ടാസ്ക്കാണ് കേട്ടോ. കാരണം നമ്മൾ അത്രയും സൂക്ഷിച്ചിട്ട് വേണം ഇവിടെ വീഡിയോ എടുക്കാനായിട്ട്, അല്ലെങ്കിൽ പണി കിട്ടും. അപ്പോൾ നമ്മൾ ഇവരുടെ ചുറ്റും ഒരുപാട് പേരുണ്ട്. നമ്മൾ പരമാവധി അവരില്ലാത്ത നേരം ഒന്ന് ഒഴിഞ്ഞു പോയി നോക്കി എടുത്തെടുത്ത ക്ലിപ്പുകളാണ് കേട്ടോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. നമ്മൾ സാധാരണ കോമൺലി ഷാർജ ബീച്ച് എന്നാണ് പറയാറ്. ഇതിന് അൽഹീറ ബീച്ച് എന്നാണ് കേട്ടോ ഈ ബീച്ചിൻ്റെ പേര് വന്നിട്ട്. സാധാരണ ഞാനും കൂടി വെള്ളത്തിൽ ഇതേപോലെ ഇറങ്ങി കിടക്കാറുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ വീഡിയോ എടുക്കുന്നത് പ്രമാണിച്ചിട്ട് ഞാൻ അധികം വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഫോണൊക്കെ നനയത്തില്ല. അപ്പോൾ അധികം ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അവിടെ തെറ്റത്ത് നിന്നിട്ട് ആ വെള്ളത്തിലുള്ള കാലിട്ടടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ ഇത്തിരി ആഴം കൂടുതലുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ അവർക്ക് ഇത്തിരി ഫ്രണ്ടിൽ മക്കൾക്ക് പോകാനായിട്ട് സാധിച്ചില്ല. അവർ തെറ്റത്തുള്ള കളികളേ ഉണ്ടായിരുന്നുള്ളൂ. ഏട്ടൻ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഇവിടെ നിന്ന് കളിക്കുന്നത്. അല്ലെങ്കിൽ ഏട്ടൻ ഇത്തിരി കൂടി ഫ്രണ്ടിൽ പോയേനെ. കാരണം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, പബ്ലിക് സ്പേസ് ആയതുകൊണ്ട് ഇത്തിരി വീഡിയോ എടുക്കാൻ നമ്മൾ ഇത്തിരി ശ്രദ്ധിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഒരുപാട് അകലെ പോയാൽ എല്ലാവരും അതിൽ ഇൻക്ലൂഡ് ആവും. അപ്പോൾ നമ്മൾ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി പരമാവധി അടുപ്പിച്ചിട്ടാണ് നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇവർക്ക് രണ്ട് പേർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറയുന്നത് ഈ വെള്ളത്തിൽ ഇങ്ങനെ ഫ്ലോട്ടായിട്ട് കിടക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിനാണ് ഇവർ മെയിനായിട്ട് വരുന്നത്. മോൾക്ക് ഭയങ്കര ഈസിയാണ്, മോൾക്ക് അത്ര ഈസിയല്ല. പക്ഷെ അവൻ ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ മാക്സിമം. പക്ഷെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ രണ്ടുപേർക്കും. ഈ ചൂട് സമയത്ത് നമ്മളെ സംബന്ധിച്ച് ബീച്ച് ഒന്നൊരു വികാരമാണ് കേട്ടോ. അപ്പോൾ അവിടെ ചെന്നാൽ വെള്ളത്തിലിറങ്ങി കിടക്കുമ്പോൾ ഒരു സുഖം ഒരു രക്ഷയില്ല കേട്ടോ. മോളാണെങ്കിൽ കുറച്ച് നേരം വെള്ളത്തിൽ പൊന്തി കിടക്കും. അത് കഴിഞ്ഞ് വന്ന് കരയിൽ വന്നിട്ട് ആ മണൽ കൊണ്ട് കുറച്ച് നേരം എന്തൊക്കെയോ ഉണ്ടാക്കും. അത് കഴിഞ്ഞ് വീണ്ടും വെള്ളത്തിൽ പൊന്തി കിടക്കും. അങ്ങനെ ഒരു കളിയായിരുന്നു കേട്ടോ അവളുടെ. മോൻ പിന്നെ ചെന്നത് തൊട്ട് ഞാൻ അവസാനിച്ചു മതി കയറുമെന്ന് പറയുന്നത് വരെയും ആ വെള്ളത്തിൽ തന്നെയായിരുന്നു കേട്ടോ. ഏട്ടനീ പറഞ്ഞ മാതിരി ചെന്നപ്പോൾ തൊട്ട് വെള്ളത്തിൽ ഇറങ്ങി കിടക്കുന്നതാണ്. മതിയെന്ന് ഞാൻ പറയുന്നത് വരെ ആൾ വെള്ളത്തിൽ തന്നെയായിരുന്നു കേട്ടോ. മോളുടെ കരവിരുതുകളാണ് കേട്ടോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കുറച്ച് നേരം ഉണ്ടാക്കും, എന്നിട്ട് കുറച്ച് നേരം വെള്ളത്തിൽ പോകും, എന്നിട്ട് വീണ്ടും വരും, കുറച്ചുണ്ടാക്കും. അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു അവൾക്ക് അന്നത്തെ ദിവസം. കാരണം ഞാൻ വെള്ളത്തിൽ ഇറങ്ങാത്തതുകൊണ്ട് അവൾക്ക് ഫുൾ ടൈം വെള്ളത്തിൽ അമ്മയില്ല, അമ്മയുടെ ഒപ്പം നിൽക്കണം എന്നുള്ളൊരു മൈൻഡായിട്ടായിരുന്നു അവൾ നിന്നിട്ടുണ്ടായിരുന്നത്. ഒരുപാട് ട്രൈ ചെയ്തിട്ടാണ് കേട്ടോ അവൾ ഇത് ഇങ്ങനെ ഒരെണ്ണം ഉണ്ടാക്കിയത്. കാരണം ആദ്യം ഉണ്ടാക്കിയത് തിരവന്നടിച്ചു കൊണ്ടുപോയി, രണ്ടാമത്തതും തിരവന്നടിച്ചു കൊണ്ടുപോയി, മൂന്നാമത്തെ ട്രൈ ആണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ വെള്ളം വന്ന് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചുറ്റും ഒരു ബൗണ്ടറി പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഒരുപാട് പ്രാവശ്യം ഞാൻ വന്നിട്ടുണ്ടെങ്കിലും മീൻകുട്ടികളൊന്നും ഞാൻ അതുവരെ കണ്ടിട്ടില്ല കേട്ടോ. അതുകൊണ്ട് കുഞ്ഞു മീൻകുട്ടികൾ ദൂരം ഉണ്ടായിരുന്നത്. മക്കളാണെങ്കിൽ ഒരുപാട് പ്രാവശ്യം അതിനൊന്ന് പിടിക്കാൻ വേണ്ടി നോക്കി കേട്ടോ. പക്ഷെ ഒരു രക്ഷയില്ല, ഒരെണ്ണത്തിന് പോലും കിട്ടിയില്ല. ഇപ്പോൾ സമയം ഒരു 7 മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ വെളിച്ചമൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. ഞാനിപ്പോൾ മതിയെന്ന് പറയുന്നുണ്ട്. കാരണം നാളെ ഡ്യൂട്ടി ഉള്ളത് കൊണ്ട് മതി, ഇന്നത്തെ കളി മതി, അധികം കളിച്ച് കഴിഞ്ഞാൽ ലേറ്റ് ആവും എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരുപാട് പറഞ്ഞിട്ടാണ് ഏട്ടൻ കയറി വന്നത്. അത് കഴിഞ്ഞിട്ട് അപ്പോഴും ഡെനി കയറി വന്നിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വരാം, കുറച്ചുകൂടി നേരം എന്ന് പറഞ്ഞിട്ട് അവൻ വെള്ളത്തിൽ തന്നെ കിടക്കുകയായിരുന്നു കേട്ടോ. അപ്പോഴേട്ടൻ പറഞ്ഞു നമുക്കെന്ന് വെച്ചാൽ ഇവിടെ നിന്നിട്ട് അവൻ്റെ വീഡിയോ എടുക്കാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ ഇത്. വെള്ളത്തിൽ ഇറങ്ങി കിട്ടിക്കഴിഞ്ഞാൽ ഇവരെ കയറ്റാനായിട്ട് ഭയങ്കര പാടാണ് കേട്ടോ. കുറച്ചും കൂടി നേരം
കുറച്ചുകൂടി നേരം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മൾ വലിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇതിപ്പോൾ അവർ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വെക്കേഷൻ അവസാനിക്കാറായി. അപ്പോൾ അവരോട് ഓൾറെഡി പറഞ്ഞു ഇത് വെക്കേഷനിൽ അവസാനത്തെ ബീച്ച് വരവാണ് കേട്ടോ. കാരണം ഇനി അടുത്ത വെക്കേഷനിൽ നമ്മൾ വരത്തുള്ളൂ. കാരണം സ്കൂൾ ടൈമിൽ ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ എങ്ങാനും പനി പിടിച്ച് കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ കംപ്ലീറ്റ് കാര്യങ്ങളും പണി പാളിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ഈ വെക്കേഷനിൽ വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് വെക്കേഷനിൽ നമ്മൾ വരുള്ളൂ എന്നൊക്കെ ഓൾറെഡി പറഞ്ഞതുകൊണ്ട് അവർക്ക് കയറാനും ഭയങ്കര മടിയാണ് കേട്ടോ. അപ്പയുടെ അടുത്ത് ഉണ്ടാക്കിയതിൻ്റെ വിശേഷങ്ങൾ വിവരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവൾ. അപ്പോൾ പറയുന്നുണ്ട് ഇത് ഇങ്ങനെ ഉണ്ടാക്കായിരുന്നില്ലേ, ഇത് അങ്ങനെ ഉണ്ടാക്കായിരുന്നില്ലേ, ഞങ്ങൾ സജഷൻസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവൾക്ക്. ഇതൊക്കെ കഴിഞ്ഞ് നമ്മളൊരു കഥാനായക രംഗത്തേക്ക് എത്തി കേട്ടോ. അപ്പോൾ അവനോട് അപ്പോൾ പറയുന്നുണ്ട് നിനക്ക് ഇതിൻ്റെ മുകളിൽ കൂടെ ചാടാൻ പറ്റുമോ? അപ്പോൾ അവൻ പറഞ്ഞാൽ ചാടാൻ പറ്റും, ഇത് പൊട്ടാനൊന്നും പാടില്ല എന്നൊക്കെ പറഞ്ഞ് അവനെ കൊണ്ട് അങ്ങനെ ചാടിപ്പിക്കുകയാണ്. അപ്പോൾ അവൻ്റെ ചാട്ടം കണ്ട് അവൾ പറഞ്ഞു എന്നാൽ എനിക്കും ചാടാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും മത്സരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുകയാണ് കേട്ടോ. എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ. ഇവിടെ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഫ്രഷ് ആവാനായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും മക്കളുടെ മുഖത്ത് ഒരു തെളിമൊന്നും ഇല്ല കേട്ടോ. കാരണം എല്ലാം കഴിഞ്ഞില്ലേ, ഇനി ബീച്ചിലേക്ക് വരാൻ പറ്റില്ലല്ലോ, ഇനി അടുത്ത വെക്കേഷൻ ആവണ്ടേ എന്നൊക്കെ പറഞ്ഞ് മോൻ ഇങ്ങനെ പിറുപിറുത്തിട്ടാണ് പിന്നാലെ വന്നുകൊണ്ടിരിക്കുന്നത്. നോർമലി ഞങ്ങൾ സാറ്റർഡേയ്സിലാണ് കേട്ടോ വരാറ് കൂടുതലും. അപ്പോൾ പിന്നെ ആ സാറ്റർഡേയ്സിൽ വെള്ളത്തിൽ കളിച്ചിൻ്റെ ക്ഷീണം സൺഡേ തീർക്കാം എന്നൊക്കെ പ്ലാൻ ചെയ്ത് സാറ്റർഡേയ്സിലാണ് ഞങ്ങൾ വരാറ്. അത് വിത്ത് ഫ്രണ്ട്സായിട്ടാണ് കേട്ടോ. ഫ്രണ്ട്സായിട്ട് വരുമ്പോൾ നമ്മൾ ഓൾറെഡി തലേദിവസം എല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. ഇങ്ങനെ ഫുഡ് കൈപിടിക്കണം, ഇന്നതൊക്കെ കൈപിടിക്കണം എന്നൊക്കെ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടാണ് ഞങ്ങൾ പോവാറുള്ളത്. അപ്പോൾ ഞങ്ങളൊരു 6:30 ആകുമ്പോൾ എത്തും. എത്തി കഴിഞ്ഞ് തൊട്ട് ഒരു 9 മണി വരെ നമ്മൾ വെള്ളത്തിലുണ്ടാവും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ വെള്ളത്തിൽ നിന്ന് കയറുക. ഈ നേരം ഒന്നും കണ്ട ഓർമ്മ തന്നെ ഇല്ല കേട്ടോ. ഇന്ന് ഈ ഞായറാഴ്ച ഇതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും നേരത്തെ വെള്ളത്തിൽ നിന്ന് കയറിയത്. എന്നിട്ട് കയറി കഴിഞ്ഞ് ഫ്രഷ് ആയതിനു ശേഷം എല്ലാവരും ഒരുമിച്ച് ഫുഡ് കഴിച്ച് വർത്താനമൊക്കെ പറഞ്ഞൊരു 10:45 ഒക്കെ ആകുമ്പോഴാണ് വീട്ടിൽ വന്ന് കയറുക. 11 മണിയോ ഇങ്ങനെ പോയാലും. അപ്പോൾ അതൊക്കെ ആ ഒരു രസം ഈ വീഡിയോയിൽ ഇല്ല കേട്ടോ. കാരണം അവരും വിത്ത് ഫ്രണ്ട്സൊക്കെ ആകുമ്പോൾ ഒരു ഇച്ചിരി കൂടി നല്ല രസമല്ലേ, അത് ഈ വീഡിയോയിൽ നമുക്ക് ഇല്ല. പിന്നെ അത് മാത്രമല്ല ആ സമയത്ത് വീഡിയോ എടുക്കാനായിട്ട് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ നടന്ന് വന്ന് ആ വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ വീഡിയോ എടുക്കാനുള്ള കാര്യമൊക്കെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് മറന്നു പോകും. ഈ വീഡിയോ കാണുമ്പോൾ അവർ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അപ്പനും മക്കളൊക്കെ ഫ്രഷായി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നു വർത്താനമൊക്കെ പറഞ്ഞ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിച്ചു. ഫുഡ് എന്ന് പറയാനായിട്ട് ഞങ്ങൾ കുറച്ച് ഫ്രൂട്ട്സ് മാത്രമാണ് കൈ പിടിച്ചിട്ടുണ്ടായിരുന്നത്. സാധാരണ ഞങ്ങൾ നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൈ പിടിക്കാറുണ്ടായിരുന്നു കേട്ടോ. കാരണം ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മളെല്ലാവരും നല്ല രസത്തിൽ കഴിച്ചിട്ടൊക്കെയാണ് വരാറ്. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ മാത്രമായതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ഫ്രൂട്ട്സ് മാത്രമാണ് കൈ പിടിച്ചിട്ടുണ്ടായിരുന്നത്. അതൊക്കെ കഴിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് യാത്ര തിരിച്ചു കേട്ടോ. ഞങ്ങൾ ഭയങ്കര സ്ലോ ആയിട്ടാണ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു 25-30 മിനിറ്റ് ഞങ്ങൾക്ക് നടക്കാനായിട്ട്. തിരുവനന്തപുരം സ്പീഡിലൊക്കെ നടക്കുകയാണെങ്കിൽ ഒരു 20 മിനിറ്റ്സ് ഒക്കെ അല്ലെങ്കിൽ 15 മിനിറ്റ്സ് ഒക്കെ മതി നടക്കാനായിട്ട്. ഭയങ്കര സ്ലോവിൽ വീഡിയോ എടുത്ത് പിടിച്ച് വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ തട്ടിമുട്ടിയിട്ടൊക്കെയാണ് കേട്ടോ ഞങ്ങൾ നടത്തുക. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ബീച്ചിലെ ഈവനിങ് വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബൈ.